കാലത്ത് കൃഷ്ണന്റെ അമ്പലത്തിൽ പോകേണ്ട കാര്യം മോള് മറന്നെന്ന് തോന്നുന്നേ. ഇനിയിപ്പോ സദ്യ ഒരുക്കി കാത്തിരിക്കുന്നത് വെറുതെ ആവോന്നാ എന്റെ പേടി. ഏയ്, നീ അവളോട് ഫോണിൽ പറഞ്ഞതല്ലേ പിറന്നാളിന്റെ കാര്യം? അവൾ തീർച്ചയായും വരാന്ന് സമ്മതിക്കുകയും ചെയ്തു. പിന്നെന്താ? എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അവളൊന്ന് വിളിച്ചു പറയെങ്കിലും ചെയ്യില്ലേ? അല്ല, ആൽത്തറയിലെ കൃഷ്ണന്റെ അമ്പലത്തില് എല്ലാ പിറന്നാളിനും ഞങ്ങൾ ഒരുമിച്ച് പോകാറുള്ളതാ. അത് മുടങ്ങിയപ്പോ എനിക്കെന്തോ. ഒരു ശങ്കയും വേണ്ട, മോൾ ഇപ്പൊ ഇങ്ങനെ എത്തുന്നേ. അമ്പലത്തിൽ നിങ്ങൾക്ക് വൈകുന്നേരത്തെ പൂജയ്ക്ക് പോവുകയും ചെയ്യാലോ. ഞാനും വിചാരിക്കുന്ന അതന്നെയാ. കാലത്ത് നേർന്ന പുഷ്പാഞ്ജലി മുടങ്ങി. ഇനി വൈകിട്ടൊരു ചുറ്റുവിളക്ക് നിറമാലം കഴിപ്പിക്കണം. കാര്യങ്ങളൊക്കെ അറിയുന്നവനല്ലേ കണ്ണൻ, ദോഷമൊന്നും വരത്തില്ല. ഈ പിറന്നാൾ വിശേഷം വിശ്വേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴേക്കും മോളെയും കൂട്ടി ആളിങ്ങെത്തിയാനെ. ഇനിയിപ്പോ ഒറ്റയ്ക്ക് അങ്ങനെ വിടാതിരിക്കൊന്നുമില്ലല്ലോ അല്ലേ? എന്റെ ലൈലേ, നീ വെറുതെ ഓരോ സംശയങ്ങൾ പുറത്തെടുത്ത് എന്റെ മനസ്സമാധാനം കെടുത്തല്ലേ. എന്റെ മോൾക്ക് പ്രിയപ്പെട്ടതൊക്കെ ഉണ്ടാക്കുക ഞാൻ. അവളെങ്ങാനും വന്നില്ലെങ്കിൽ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. നീ വിഷമിക്കണ്ട ഗീതേ, നമ്മളെല്ലാ വശങ്ങളും ആലോചിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഇല്ല ലൈലേ, നമ്മുടെ ആദ്യമൊക്കെ വെറുതെ. എന്റെ മോൾ ഉടനെ വരും. എപ്പോഴത്തെയും പോലല്ല ഇത്തവണത്തെ അവളുടെ പിറന്നാള്. അച്ഛനെ സമ്മാനമായിട്ട് കിട്ടിയ പിറന്നാളാ. നേരിട്ട് അറിയിക്കാൻ പറ്റാത്ത കാരണം മനസ്സുകൊണ്ടെങ്കിലും ആ കാല് തൊട്ട് വന്നിച്ചിട്ടേ അവള് വരൂ. അടുത്ത പിറന്നാളിനെങ്കിലും ആ മുഖത്ത് നോക്കി അച്ഛാന്ന് വിളിക്കാനുള്ള ഭാഗ്യം എന്റെ മോൾക്ക് കനിഞ്ഞു നൽകണേ കൃഷ്ണ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ജയദേവൻ തിരിച്ചെത്തിയിരിക്കുന്നു. ജനിച്ചു വളർന്ന് ബാല്യകൗമാര സ്വപ്നങ്ങൾ വിരിയുകയും പൊഴിയുകയും ചെയ്ത വീട്ടിൽ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടത്താനാവാതെ പടിയിറങ്ങിപ്പോയ ജയദേവൻ. അമ്മയുടെ ആത്മാവ് ഞാൻ വന്നത് അറിയുന്നുണ്ടാവും അല്ലേ? പിടിച്ചു നിൽക്കാനാവാ നട്ടം തിരിയുമ്പോഴും വിശ്വേട്ടൻ കൈവിടാതെ സൂക്ഷിച്ചത് ഇത് മാത്രമാണ്. തലമുറകൾ കൈമാറി കിട്ടിയ ഈ തറവാട്. പൈതൃകങ്ങളെ അന്യാധീനപ്പെടുത്താതിരുന്നതിന് ഇവിടെ ഉറങ്ങുന്ന ആത്മാക്കളും വീണ്ടും ഈ പടി കയറി വരാൻ കഴിഞ്ഞതിന് നമ്മളും ഏട്ടനെ നമിച്ചേ പറ്റൂ. ഇറങ്ങുന്നില്ലേ? വാ. ഇവിടുന്ന് എവിടെ എത്തിപ്പെട്ടതുപോലെ നിൽക്കുന്നേ? ഡേ, ഞാൻ ആദ്യമായിട്ടാ നിന്റെ വീട്ടിൽ വരുന്നേ. അപ്പം ഞാൻ നിന്റെ അതിഥിയാ അല്ലേ? വീട്ടിൽ വരുന്ന അതിഥികളെ എങ്ങനെയാണോ സ്വീകരിക്കുക? ഏയ്, ഇവിടിപ്പം നമ്മുടെ കുട്ടിയല്ലേ, ഒരുമിച്ച് വന്നോണ്ടാവും. ഏതായാലും നീ അകത്തേക്ക് ചെല്ലേ. ചെല്ലടാ. ഇതാരേ വന്നിരിക്കുന്നേ? നിനക്കൊന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയല്ലോ. ഇതാണല്ലേ നിന്റെ പുതിയ വിശ്വേട്ടൻ വന്ന് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അമ്മയെ വിട്ട് ഇവള് ഞങ്ങളോടൊപ്പം വന്ന് നിൽക്കണേന് ഏട്ടത്തേക്ക് മോളോട് പണക്കാണ്. മോളെ ഒന്ന് കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. അത് ഈ അമ്മ എപ്പോഴും എന്നോട് ഇങ്ങനെ ചെറിയച്ച ഒരു കാര്യമില്ലാതെ എന്നോട് പിണങ്ങിയിരിക്കും. അത് നിങ്ങളെ കൂടി അറിയിക്കണ്ടെന്ന് കരുതിയാ ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ ഞാൻ മടിച്ചത്. സാറില്ല എടുത്തേ, വേറെ ആരുടെയും കയ്യിലല്ലല്ലോ വിശ്വേട്ടൻ മോളെ ഏൽപ്പിച്ചത്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വളർത്താൻ അർഹതയുള്ള ആളെ തന്നെയല്ലേ. ഞങ്ങൾ ഇവളെ വളർത്തി ഒരു മിടുക്കത്തിയാക്കിയ ശേഷം ഏട്ടത്തേക്ക് എന്നെ തിരിച്ചു തന്നേക്കാം പോരെ? ആ മതി. വാ മോളെ, വാ. ഇങ്ങോട്ടിരിക്കെ. പട്ടണത്തിലെ പോലൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വീടാ. ഏയ്, ഇവിടെ ഒരു സൗകര്യക്കുറവും എനിക്ക് തോന്നുന്നില്ല. ഒരു പിറന്നാളാഘോഷത്തിന് വേണ്ട ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല ഏട്ടത്തി.
ഞങ്ങളെ പ്രതീക്ഷ കാണില്ല. എന്നാലും മോളെങ്കിലും വരുമെന്നറിയില്ലേ? ആ ഞാനും അതാ ജെഡി ആലോചിക്കുന്നേ. പിറന്നാളായിട്ട് അമ്മ കാത്തിരിക്കുമെന്നൊക്കെ ജിഷമോള് പറഞ്ഞപ്പോ ഞാനും വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു പോയി. എന്ത് പറ്റി ഏട്ടത്തി? അമ്മയോടൊപ്പം പിറന്നാൾ ആഘോഷിക്കാൻ മോളെ ഞങ്ങൾ വിടില്ല എന്ന് വിചാരിച്ചോ? അത് പിറന്നാള് അങ്ങനെ ആഘോഷിക്കാറൊന്നുമില്ല ചെറിയച്ച. അച്ഛൻ വീട് വിട്ടു പോയ പിന്നെ അമ്മയൊന്നും ചിരിക്കാറ് പോലുമില്ല. പിന്നെയല്ലേ ആഘോഷം. പിറന്നാൾ ദിവസം ഞാനും അമ്മയും കൃഷ്ണന്റെ അമ്പലത്തിലൊന്ന് പോവും. അവിടെ അമ്മയ്ക്ക് കുറെ വഴിപാടുകളുണ്ട്. എന്റെ ദീർഘായുസിന് വേണ്ടി മാത്രമല്ല, എന്റെ അച്ഛൻ തിരിച്ചു വരാൻ കൂടി വേണ്ടിയാ. ഇത്രയേ ഉള്ളൂ എന്റെ പിറന്നാള്. ഇത് മുടക്കാതിരിക്കാൻ വേണ്ടി അമ്മ കാത്തിരിക്കുന്നുണ്ടാവുന്ന ഞാൻ ആന്റിയോട് പറഞ്ഞത്. സോറി മോളെ, നിന്റെ പിറന്നാൾ ആഘോഷമായിട്ട് നടത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ സഹരല്ല. സന്യാസ വേഷത്തിലാണെങ്കിലും വിശ്വേട്ടൻ തിരിച്ചു വന്നില്ലേ ഏട്ടത്തി? മോളുടെ ഭാവി കാര്യങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇനി അല്പം ചിരിയും കളി ആഘോഷമൊക്കെ ആവാം. അതെ, ജിഷമോളുടെ ഈ പിറന്നാൾ തൊട്ട് കഴിഞ്ഞതൊക്കെ എടുത്തി മാർക്ക്. മക്കളുടെ സന്തോഷമല്ലേ അമ്മമാർക്ക് വലുത്. ശരിയാ. പക്ഷേ എന്റെ മോള് ശ്ശോ, ഈ അമ്മയുടെ ഒരു കാര്യം. ചെറിയച്ഛനും ആന്റി എന്നെ വളർത്തുന്നതെന്ന് വെച്ച് ഞാൻ അമ്മയുടെ ജിഷ്മോൾ അല്ലാതാവോ? മതി, നീ എന്നും എന്റെ ജിഷ്ടമോളായാ മതി. എങ്കിൽ ഞാൻ എല്ലാ സങ്കടവും മറന്നോളാം. നിന്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ എന്തും ചെയ്തോളാം. പക്ഷെ എന്നും എന്നും നീ എന്റെ മോളായിരിക്കണം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? ഞാനെന്നും അമ്മയുടെ മോള് തന്നെയല്ലേ? ഇനി ഏട്ടത്തിക്ക് ഒരു പിറന്നാൾ സദ്യ ഒരുക്കാലോ? ഒരുക്കാം, എന്തു വേണേലും ഒരുക്കാം. അപ്പൊ ഞങ്ങളൊന്ന് വെളിയിൽ പോട്ടെ. ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കണം. മാത്രമല്ല ഇവക്കൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കണ്ടേ? പോയിട്ട് വാ എല്ലാരും. അപ്പോഴേക്കും ഞാൻ വേണ്ടതൊക്കെ ഒരുക്കി വെച്ചോ. ശരി, വാ. വാ മോളെ. എന്റെ പൊന്നുമോളെ, അമ്മയോട് പൊറുക്കണം. നിന്റെ പേരിൽ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പോവുക അമ്മ. നീ പോയതിൽ പിന്നെ ഉള്ള തുറന്നെന്ന് ചിരിക്കാൻ പോലും അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്നു മുതൽ മരിച്ചുപോയി നിന്നെ ഞാൻ മറക്കുക. ജീവിച്ചിരിക്കുന്ന കാലത്തെ എന്റെ ജിഷമോളാണ് ഈ മനസ്സിൽ. മരിച്ചിട്ടില്ലാത്ത നിന്റെ പിറന്നാളാ അമ്മ ആഘോഷിക്കാൻ പോകുന്നത്. എന്നെ ശപിക്കല്ലേ മോളെ. മണിയമ്മ എന്താ പതിവില്ലാതെ ഈ നേരത്ത് മോളോടൊരു സങ്കടം പറിച്ചില്? ഒന്നുമില്ല, പെട്ടെന്ന് അവളുടെ ഓർമ്മ വന്നപ്പോ. അല്ല, അതിനെന്താ കാരണം എന്നാ ഞാൻ ചോദിച്ചേ. ഇവിടെ ആരൊക്കെയോ കാറിൽ വന്നു എന്നൊക്കെ എന്നെ വിളിക്കാൻ വന്ന ചെക്കൻ പറഞ്ഞല്ലോ. ആ, വിശ്വട്ടൻ്റെ അനിയനും കുടുംബവും ഒരറിയിപ്പും ഇല്ലാതെ കയറി വന്നിരിക്കുക നളിനി. 15 കൊല്ലമായിട്ട് നാട്ടിലില്ലാതിരുന്ന അനിയൻ അജയദേവൻ. ഓ, വലിയ എഴുത്തുകാരനെന്നൊക്കെ മണിയമ്മ പറഞ്ഞ ആളാണോ? ആ, അത് തന്നെ. ഇന്ന് അവൻ്റെ മോളുടെ പിറന്നാളാ. അതിവിടെ വച്ച് ആഘോഷിക്കാനാ അവര് വന്നത്. ഇവിടെ വെച്ചോ? അതെ, ഇത് അവരുടെയും കൂടി തറവാടല്ലേ. പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ.
എൻ്റെ മോള് പോയ ശേഷം കർക്കിടക വാവിൽ പായസം ഉണ്ടാക്കി ആത്മാക്കൾക്ക് അകത്ത് വെച്ച് കൊടുക്കുന്നല്ലാതെ ഓണവും വിഷുവും പോലും ഞാനിവിടെ ആഘോഷിക്കാറില്ലെന്ന് നിനക്കറിയാലോ. ഇന്ന് ആദ്യമായിട്ടത് തെറ്റിക്കുമ്പോൾ ഞാൻ എൻ്റെ മോളോട് ഒരു വാക്ക് ചോദിക്കണ്ടേ നളിനി? അത് വേണം. എന്തായാലും അമ്മയ്ക്ക് ഇത്തിരി സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യണ്ടെന്നൊന്നും മോള് പറയില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടായത് നന്നായിന്നേ അവളും ഈ ഞാനും പറയൂ. എനിക്ക് ചോദിക്കാനും നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അതിനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നടക്കട്ടെ മണിയമ്മേ, ഈ മനസ്സ് അങ്ങനെയെങ്കിലും ഒന്ന് തണുക്കട്ടെ. എന്നാ നീയും കൂടി വാ. ആദ്യം കടയിൽ പോയി കുറെ സാധനങ്ങൾ വാങ്ങണം. ഒന്നും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ശരി, സാധനങ്ങൾ വാങ്ങി വന്ന് കുറച്ചൊക്കെ അടുക്കളയിൽ സഹായിച്ചിട്ട് ഞാനങ്ങ് പോവും. വേറൊന്നും കൊണ്ടല്ല മണിയമ്മേ, ആ തള്ളയുടെ പുഴുത്ത നാക്കുകൊണ്ട് അതും ഇതും പറയിക്കാൻ നമ്മളായിട്ട് ഒരു ഇട കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാ. എന്നാ നീ വാ. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ ഗീതേ? വലതും എടുത്തു വെച്ച് കഴിക്കേ. നേരം വെളുത്തിട്ട് ഇത്രയും നേരം മോള് വരട്ടെന്നും പറഞ്ഞ് ജലപാനം ഇല്ലാതിരിക്കല്ലേ നീ? പട്ടിണി കിടന്ന് ഇനി വല്ല അസുഖം കൂടി വരുത്തി വെക്കണ്ട. ഞാൻ വിളമ്പി തരട്ടെ? അവള് വരാതെയോ? തക്കതായ കാരണം എന്തെങ്കിലും ഇല്ലാതെ മോള് വരാതിരിക്കില്ലെന്ന് നിനക്കറിയില്ലേ ഗീതേ? എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് വരാനായിട്ട് അവരവളെ സമ്മതിച്ചിട്ടുണ്ടാവില്ലെന്നാ. പിറന്നാളാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലേ? അത് മോളിപ്പോ അവരുടെയും കൂടെ കുട്ടിയല്ലേ. പിറന്നാൾ അവിടെ വെച്ച് ആഘോഷിക്കാമെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അപ്പോ എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അധികാരം ഇല്ലാതായോ ലേലെ? പിറന്നാൾ ദിവസമെങ്കിലും എന്റെ മോൾ എനിക്ക് വിട്ടു കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഈ ഒരു പിറന്നാളിനല്ലേ അവൾ നിന്റെ ഒപ്പം ഇല്ലാതെയുള്ളൂ. സ്വന്തം മകളാണെന്ന് അറിയാതെയാണെങ്കിലും ഈ പിറന്നാൾ അവളുടെ അച്ഛൻ ആഘോഷിക്കട്ടെ ഗീതേ. ഒന്നുമില്ലെങ്കിലും മോൾക്കറിയാലോ അത് അവളുടെ അച്ഛനാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം അവൾക്ക് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? നന്നായി. വിളിച്ചു പറഞ്ഞ ഗീത എന്താ ചെയ്യാ? അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞ് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുവോ? എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് അച്ഛനും മകളും പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ച അതോടെ ഈ പാവകളെല്ലാം അവസാനിപ്പിക്കും ഞാൻ. വിട്ടുകൊടുക്കില്ല. അത്രയ്ക്ക് ദയൊന്നും എന്റെ മോൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. തീർക്കും ഞാനെല്ലാം ഇന്നത്തോടെ. ഗീതേ, ഗീതേ, ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. എന്നാലും ഈ തിരിച്ചുവരവിനും കാഴ്ചകൾക്കും ഒരു സുഖമുണ്ട്. പാതി മാഞ്ഞുപോയൊരു സ്വപ്നം വീണ്ടും കാണുന്നതിൻ്റെ സുഖം. ഈ കുന്നിൻ മുകളിലേക്ക് ചെറിയച്ഛൻ്റെ കൈയും പിടിച്ച് ഓടിക്കയറണത് ഓർമ്മയുണ്ട? അതെങ്ങനെയാ? ജിഡിയെ കണ്ട ഓർമ്മ പോലും ഇവൾക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞത്? പിന്നെയാണോ കുന്നുംപുറത്ത് കയറിയതൊക്കെ ഓർക്കുന്നേ? ചിലർക്ക് അങ്ങനെ. തിരിച്ചറിയാൻ പ്രായമായത് മുതലുള്ള എല്ലാ ഓർമ്മകളും എൻ്റെ മനസ്സിലുണ്ട്. കൂട്ടത്തിൽ ചില കാഴ്ചകളും വാക്കുകളും കൂടി ആവുമ്പോൾ എല്ലാം ഇന്നലെ കണ്ടതുപോലെ. ഈ കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ജെഡി. അവൾക്ക് വേണ്ടിയാ നമ്മളിവിടെ വന്നതെന്ന ചിന്ത പോലും അവൾക്കില്ല. നിൽക്കുന്ന കണ്ടില്ലേ, വേറെ ഏതോ ലോകത്തെന്ന പോലെ. നമുക്കിത് മാറ്റാം. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ വെറുതെ. അതല്ല, നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. സത്യം പറഞ്ഞു, എന്താ നീ ഓർത്തോണ്ടിരുന്നെന്ന് പറയാതെ ചെറിയച്ഛനോ ആൻറ്റിയോ നിന്നോട് ഇനി മിണ്ടില്ല. അത് വേറൊന്നുമല്ല ആൻറ്റി. കുട്ടിക്കാലത്ത് ചെറിയച്ഛൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്നും താലോലിച്ചിരുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നു. എന്നിട്ട് ആ ഒരു നേരിയ ഓർമ്മ പോലും എൻ്റെ മനസ്സിലില്ലാന്ന് ഓർക്കുമ്പോൾ ഏയ് കരയണ്ട, കണ്ണു കൊടുക്കേ. ഇന്ന് നീ കരയേണ്ട ദിവസമല്ല. നിന്റെ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ ഞങ്ങളിവിടെ വന്നത്. പണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കരയുമായിരുന്നു. ഇതുപോലെ ഇവളുടെ ഒരു പിറന്നാൾ ദിവസമാണ്
അവസാനമായിട്ട് എൻ്റെ കണ്ണീരോട് വീണത്. അതും മോളുടെ ഓർമ്മയിൽ ഉണ്ടാവാനിടയില്ലാത്ത കഥ. നിന്റെ 3ാമത്തെ 4ാമത്തെ പിറന്നാൾ ഞാൻ കൂടുന്ന അവസാനത്തെ. മോളുടെ കഴുത്തിൽ ഒരു നേരിയ സ്വർണ്ണനൂലെങ്കിലും വേണമെന്നുള്ളത് നിന്റെ അമ്മയുടെ വലിയൊരു ആശയമായിരുന്നു. പക്ഷെ നിന്റെ അച്ഛന് പ്രാരാബ്ധങ്ങളുടെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിനിടയിൽ അങ്ങനൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ഒടുവിൽ മണിയേട്ടിൽ തന്നെ ഉറുമ്പരിക്കും പോലെ സൂക്ഷിച്ചു വെച്ച കുറച്ച് കാശെടുത്ത് നിന്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. മോളുടെ പിറന്നാളിന് അവരുടെ സ്വപ്ന സമാനമായ സ്വർണ്ണമാല വാങ്ങാൻ. തലേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കോഴിക്കോട്. അന്ന് എന്തിനും ഏതിനും എനിക്ക് ആശ്രയം ഏട്ടനാണല്ലോ. എല്ലാം സാധിച്ചു തരാറില്ല ഏട്ടൻ, അതിനും എനിക്ക് കാശ് വന്നു. പക്ഷേ പിറ്റേ ദിവസം മോളുടെ പിറന്നാൾ അണിയിക്കാൻ മാലയില്ല. പകരം ഈ ഇൻ്റർവ്യൂവിനെങ്കിലും ദേവൻ എന്തായാലും ജയിച്ചു വരും, തുടർന്ന് അങ്ങോട്ട് അവനിക്കൊരു സഹായമാവും എന്നൊക്കെ പറഞ്ഞ് ഏട്ടത്തിയമ്മ ഏട്ടൻ ആശ്വസിപ്പിച്ചു. അതേപോലെ നിരാശനായിട്ട് തന്നെ ഞാൻ തിരിച്ചു വന്നു. നിന്റെ പിറന്നാളോട് കഴിക്കാനിരിക്കുമ്പോൾ ഏട്ടത്തിയമ്മ മുഖത്ത് നോക്കി പറഞ്ഞു, എന്റെ മോളെ പൊന്നു തൊടിക്കാത്തവൻ ഗുണം പഠിക്കില്ല. അന്ന് സ്വയം ശപിച്ചുകൊണ്ട് ഒരുപാട് നേരം ഈ കുന്നിൻ പുറത്ത് വന്നിരുന്ന് കരഞ്ഞ ശേഷം ഞാനൊരു സ്വപ്നം കണ്ടു. നിന്റെ ഏതോ ഒരു പിറന്നാളിന് ഇതുപോലൊരു സ്വർണ്ണമാല നിനക്ക് സമ്മാനമായി തരുന്നത്. വാങ്ങിച്ചോ മോളെ. ഇനിയും ഇതുപോലുള്ള സമ്മാനങ്ങൾ സ്വീകരിച്ച് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ എൻ്റെ കുട്ടിക്ക് ഭാഗ്യമുണ്ടാവട്ടെ.